മഹാരാഷ്ട്രയുടെ തീരത്ത് സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ഒരു ബോട്ട് കണ്ടെത്തിയതിനെ തുടർന്ന് ഇപ്പോൾ നാവികസേന കർശനമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലെ റവ്ദണ്ഡ തീരത്താണ് പാകിസ്ഥാനി ബോട്ടാണെന്ന് സംശയിക്കുന്ന ഒരു ബോട്ട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പോലീസും സമുദ്ര സുരക്ഷാ ഏജൻസികളും തിരച്ചിൽ ആരംഭിച്ചതായി അധികൃതർ തിങ്കളാഴ്ച അറിയിച്ചിട്ടുണ്ട്. റവ്ദണ്ഡിലെ കോർലായ് തീരത്ത് നിന്ന് 2 നോട്ടിക്കൽ മൈൽ അകലെ ഞായറാഴ്ച രാത്രി ഇന്ത്യൻ നാവികസേനയുടെ റഡാറിലാണ് ഈ ബോട്ട് കണ്ടെത്തിയതായി ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത്. സംശയാസ്പദമായിട്ടുള്ള ഈ ബോട്ട് പാകിസ്ഥാൻ്റേതാണ് എന്ന വാദമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. പാകിസ്ഥാൻ മത്സ്യബന്ധന ബോട്ടായിരിക്കാമെന്നും എന്നാൽ ബോട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ ഐഡന്റിറ്റിയും മറ്റ് വിശദാംശങ്ങളും സ്ഥിരീകരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാഥമിക വിവരമനുസരിച്ച് ബോട്ട് റായ്ഗഡ് തീരത്തെത്തിയിരിക്കാമെന്ന് സംശയിക്കുന്നതായ ഒരു ഉദ്യോഗസ്ഥൻ നേരത്തെ പറഞ്ഞിരുന്നു. ബോട്ട് കണ്ടെത്തിയതിനെ തുടർന്ന് റായ്ഗഡ് തീരത്ത് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ബോട്ടിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് വയലേഷൻ ഇല്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ ഇത് കാണിക്കുന്നതാണ്. എന്തായാലും തിരച്ചിൽ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ട്. വിവരം ലഭിച്ചതിനെ തുടർന്ന് റായ്ഗഡ് പോലീസ്, ബോംബ് നിർവീര്യമാക്കൽ സ്ക്വാഡ്, ദ്രുത പ്രതികരണ സേന, നാവികസേന, തീരദേശ സംരക്ഷണ സേന എന്നിവ രാത്രിയിൽ സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നാൽ കനത്ത മഴയും ശക്തമായ കാറ്റും കാരണം രാത്രിയിൽ ബോട്ടിലേക്ക് എത്താൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. മുൻകരുതൽ നടപടിയായി ജില്ലയിൽ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ റായ്ഗഡ് പോലീസ് സൂപ്രണ്ട് ആഞ്ചൽ ദലാലും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ബീച്ചിലെത്തിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംശയാസ്പദമായ ബോട്ടിൽ ദലാൽ തന്നെ ബോട്ടിലെത്താൻ ശ്രമിച്ചെങ്കിലും മോശം കാലാവസ്ഥ കാരണം തിരിച്ചു പോകുന്നു. പ്രദേശത്ത് കനത്ത പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. മുൻകരുതൽ നടപടിയായി ജില്ലയിൽ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് അറിയാനായി സാധിക്കുന്നു. 2008 ഇരുട്ടിന്റെ മറവിൽ പാകിസ്ഥാനിൽ നിന്ന് കടൽമാർഗം മുംബൈയിലെത്തിയ 10 വൻ ആയുധധാരികളായ ഭീകരർ 3 ദിവസത്തേക്ക് മുംബൈയിൽ നാശം വിതച്ചു. ഈ ഭീകരാക്രമണത്തിൽ 166 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ ഒരു സാഹചര്യമാണ് നിലവിൽ നാവികസേനയുടെ ഓർമ്മകളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബോട്ട് എന്തിനാണ് ഇവിടെ എത്തിയത്, എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ശക്തമായിട്ടുള്ള നിരീക്ഷണവും തിരച്ചിലും അന്വേഷണവും ഇപ്പോൾ നടക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.